ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടിയുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുകയാണ്. ഡൽഹി BP ഹൗസിലാണ് ചർച്ച പുരോഗമിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് ചർച്ച നടത്തുന്നത്. വിവരങ്ങളുമായി ആദർശാണ് ചേരുന്നത്. ആദർശ്, ഇതിനോടകം തന്നെ വിദ്യാർത്ഥികളുടെ ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തിനായി ഒട്ടേറെ നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഡൽഹി ഹൈക്കോടതി പ്രത്യേക FTC രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ആ ശിക്ഷ കൂട്ടുന്നതിനുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ആ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ CJPയുടെ ചർച്ചയിൽ എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, ചർച്ച പൂർത്തിയായി അല്പസമയത്തിനകം തന്നെ ഈ മന്ത്രിമാർ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചർച്ചയിലും കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള നിലപാട് ആവർത്തിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സ്വീകരിച്ച നടപടികൾ അത് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയതാണ്. ആ അർദ്ധരാത്രിയിലെ പ്രധാനമന്ത്രി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യം മന്ത്രിമാർ ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിനിധിമാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നതെന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികളെ സർക്കാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് നിയമനിർമ്മാണമായാലും സർക്കാർ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളിലായാലും അതിലെ പ്രതികളെയൊക്കെ 13 പേരെ അറസ്റ്റ് ചെയ്ത കാര്യം നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചുള്ള നിർണായകമായ ഇടപെടലും നിർണായകമായ തീരുമാനങ്ങളും തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രിമാർ CJP പ്രതിനിധികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള വിഷയത്തിൽ ഈ പ്രതിനിധികൾ ഉറച്ചു നിന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഈ സർക്കാർ തലത്തിലും CJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ച പൂർത്തിയായതിനു ശേഷം മന്ത്രിമാർ മാധ്യമങ്ങളെ കാണും എന്നുള്ള ചില വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നീലിമ.